യേശുവിൻ്റെ കൂട്ടായ്മയിലെ സ്നേഹം നിറഞ്ഞ എല്ലാ പ്രിയ സഹോദരങ്ങൾക്കും പുതിയൊരു പ്രഭാതത്തിൻ്റെ എല്ലാവിധ ആശംസകളും നേരുന്നു. പരിപാലനയാൽ ദൈവത്തോട് ചേർന്ന് നിന്ന് വചനം ശ്രവിച്ചുകൊണ്ടും പുതിയൊരു ദിവസം തുടങ്ങുവാൻ ദൈവം നമ്മളെ എല്ലാവരെയും അനുഗ്രഹിച്ചതിന് ദൈവത്തിന് നന്ദി പറയാം. ആ കർത്താവിൻ്റെ തണലിലാണ് നമ്മുടെ ഈ ദിവസം എന്ന് ഉറച്ചു വിശ്വസിക്കുക. ഇന്ന് നമ്മൾ ശ്രവിക്കുന്ന തിരുവചന ഭാഗം 119 സങ്കീർത്തനം 105 തിരുവചനം. അങ്ങയുടെ വചനം എൻ്റെ പാദത്തിന് വിളക്കും പാതയിൽ പ്രകാശവുമാണ്. ദൈവത്തിൻ്റെ വചനമാണ് അന്ധകാരത്തിൽ നിന്നും വെളിച്ചത്തിലേക്ക് നമ്മളെ നയിക്കുന്നത്. ഏത് ഇരുട്ട് നിറഞ്ഞ സ്ഥലത്തൂടെ നമ്മൾ നടന്നാലും നമ്മുടെ കാല് കല്ലിൽ തട്ടാതെ വെളിച്ചം നൽകി നമ്മൾ പോകേണ്ട വഴികൾ വളരെ കൃത്യമായി കാണിച്ചു തരുവാൻ നമുക്ക് ചുറ്റും, നമ്മുടെ കാലുകൾക്ക് ചുറ്റും പ്രകാശമായി കത്തിജ്വലിക്കുന്ന ദൈവസ്നേഹമാണ് ദൈവത്തിൻ്റെ വചനം. തൻ്റെ സ്വന്തം മക്കളെ പോലെ നമ്മളെ പരിപാലിക്കുന്ന കർത്താവാണ്. നമ്മുടെ കാലിൽ ഒരു മുള്ളു പോലും കയറാതെ, ഒന്ന് വീഴാൻ പോലും അനുവദിക്കാതെ നമ്മളെ സ്നേഹത്തോടെ പരിപാലിക്കുവാൻ തയ്യാറായി നിൽക്കുന്ന ദൈവത്തോടൊപ്പമാണ് നമ്മൾ യാത്ര ചെയ്യുന്നത്. ആ ദൈവത്തിൻ്റെ സംരക്ഷണയിലാണ് നമ്മളെന്ന് ഉറച്ചു വിശ്വസിക്കുക. ആ ദൈവം നിന്നെ കൈപിടിച്ച് നടത്തുമ്പോൾ നിനക്കൊന്നും സംഭവിക്കുകയില്ല. ദൈവപരിപാലന നമ്മുടെ അടുക്കൽ ഇല്ലാതെ വരുമ്പോഴാണ് പിശാച് നമ്മളെ ദ്രോഹിക്കാൻ, നമ്മളെ സഹനത്തിലേക്ക് തള്ളിവിടാൻ ശ്രമിക്കുന്നത്. പ്രിയ സഹോദരങ്ങളെ, നമുക്ക് നമ്മുടെ ജീവിതത്തെ ഒന്ന് ചിട്ടപ്പെടുത്തി നമ്മളെ പരിപാലിക്കാനും നമ്മളെ നടത്താനും സ്നേഹിക്കാനും നമ്മളോടൊപ്പമായിരിക്കുവാനും ആഗ്രഹിക്കുന്ന ദൈവത്തോടൊപ്പം നമുക്ക് നിലകൊള്ളാം. ആകുലതകളെല്ലാം ദൈവസന്നിധിയിൽ നമുക്ക് സമർപ്പിക്കാം. ആ ദൈവം എല്ലാം നടത്തിത്തരും. ആ ദൈവം എല്ലാത്തിൻ്റെയും പരിഹാരമാണെന്ന് ഉറച്ചു വിശ്വസിച്ച് ആ ദൈവത്തോടൊപ്പമായിരിക്കാം. ഇന്നത്തെ ദിവസം നിങ്ങൾക്കൊരനുഗ്രഹമായി മാറട്ടെ. ഇന്നത്തെ വചനം നിങ്ങളിലുള്ള എല്ലാ അന്ധകാര ശക്തികളെയും മാറ്റി നിങ്ങളുടെ ജീവിതത്തിൽ അനുഗ്രഹത്തിൻ്റെ വെളിച്ചം കൊണ്ടുവരട്ടെ. പിതാവായ ദൈവത്തിൻ്റെയും പുത്രനായ യേശു ക്രിസ്തുവിൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും കൃപയും അനുഗ്രഹവും സമാധാനവും എപ്പോഴും നിങ്ങളുടെ മേലുണ്ടായിരിക്കട്ടെ. ഈ ലോകത്തിലെ 800 കോടിയിലധികം വരുന്ന മക്കളെയെല്ലാം ദൈവസമക്ഷം നമുക്ക് ഈ നിമിഷം പ്രാർത്ഥനയോടെ സമർപ്പിക്കാം. അവരുടെ ജീവിതവും വെളിച്ചമായി മാറട്ടെ. ഈ ലോകത്തിലെ അന്ധകാരം പൂർണ്ണമായി വെളിച്ചത്തിലേക്ക് തിരിച്ചു വരട്ടെ. ക്രിസ്തുവിൻ്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് നൽകുന്നു. നിങ്ങളെയും നിങ്ങളുടെ മക്കളെയും അവരുടെ തലമുറകളെയും സർവശക്തനായ ദൈവം എപ്പോഴും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.